ജമ്മു കശ്മീരിൽ ഇപ്പോൾ നിരോധനാജ്ഞ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ജമ്മു കശ്മീർ സമ്പൂർണ്ണമായിട്ടല്ല നിരോധനാജ്ഞ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ജമ്മു കശ്മീരിലെ ദോഡ ഡിസ്ട്രിക്റ്റിലാണ്, അതായത് ദോഡ ജില്ലയിലാണ് ഇപ്പോൾ നിരോധനാജ്ഞ ഏർപ്പെടുത്തിയിരിക്കുന്നത്. സെക്ഷൻ 163 BNSലെ നിയമപ്രകാരം ലോ ആൻഡ് ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യാനാണ് ഇപ്പോൾ അവിടെ ഈ നിരോധനാജ്ഞ ഏർപ്പെടുത്തിയിരിക്കുന്നതെന്നാണ് അറിയാനായി സാധിക്കുന്നത്. ഇന്റർനെറ്റ് സർവീസസ് സസ്പെൻഡ് അണ്ടിൽ ഫർദർ നോട്ടീസ്, അതായത് അവിടെയുള്ള സമ്പൂർണ്ണമായിട്ടുള്ള ഇൻ്റർനെറ്റ് അവിടെ നിരോധിച്ചിരിക്കുകയാണ് എന്നും അറിയാൻ സാധിക്കുന്നു. എന്തിനാണ് ഇപ്പോൾ ജമ്മു കശ്മീരിൽ ഇത്തരത്തിലൊരു നിരോധനാജ്ഞ കൊണ്ടുവന്നിരിക്കുന്നത് ദോഡ ജില്ലയിൽ എന്ന് ചോദിക്കുമ്പോഴാണ് ദോഡ 52 നിയോജക മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന ജമ്മു കശ്മീർ നിയമസഭയിലെ ഏക ആം ആദ്മി പാർട്ടിയായിട്ടുള്ള AAPയുടെ നിയമസഭാംഗമായിട്ടുള്ള മെഹ്റാജ് മാലിക് എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്. ഇയാളെ പൊതുസുരക്ഷാ നിയമം PSA പ്രകാരം അധികൃതർ തടങ്കലിൽ വച്ചിരിക്കുന്നതായിട്ടാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ വരുന്നത്. ജില്ലയിലെ ഒരു സ്വകാര്യ കെട്ടിടത്തിലേക്ക് കേടുപാടുകൾ സംഭവിച്ച ഒരു ആരോഗ്യ കേന്ദ്രം മാറ്റിയതുമായി ബന്ധപ്പെട്ട വിവാദത്തിന് പിന്നാലെയാണ് കർശന നിയമപ്രകാരം ഇയാളെ തടങ്കലിലെടുത്തിരിക്കുന്നത്. ഈ കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിക്കാരുള്ള തരിഗാമി അടക്കം അവിടെ പറയുന്നത് ഇത് വലിയ ഡ്രാക്കോണിയൻ നിയമമാണ് എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഇയാളൊരു വർഗീയവാദിയാണ് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. പോരാത്തതിന് അനധികൃതമായ ആൾക്കാരെ വിളിച്ചു കൂട്ടുക, സർക്കാരിനെതിരെ പ്രവർത്തിക്കുക, ദേശത്തിനെതിരെ പ്രവർത്തിക്കുക എന്നൊക്കെയുള്ളതാണ് ഇയാളുടെ പ്രധാനപ്പെട്ട ജോലികൾ എന്നും ഇപ്പോൾ ഏജൻസികൾ മനസ്സിലാക്കുന്നു. എന്തായാലും AAPയുടെ ജമ്മു കശ്മീർ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള മാലിക്കിനെതിരെ PSA പ്രകാരം കേസെടുത്ത് പോലീസ് കത്വയിലെ ജില്ലാ ജയിലിലേക്ക് കൊണ്ടുപോയതായി ഔദ്യോഗിക വൃത്തങ്ങൾ ഇപ്പോൾ അറിയിക്കുന്നുണ്ട്. ദോഡയിലെ ഡാക് ബംഗ്ലാവിൽ വെച്ച് തൻ്റെ അനുയായികളെ കാണാനെത്തിയ MLA ആണ് അറസ്റ്റ് ചെയ്തത്. ദാദേർവയിലെ ചറ്റർഗല ചുരം വഴി കത്വ ജയിലിലേക്കാണ് ഇയാളെ കൊണ്ടുപോയിരിക്കുന്നതെന്ന് അറിയാൻ സാധിക്കുന്നു. ഡെപ്യൂട്ടി കമ്മീഷണർ ദോഡ ഹർവീന്ദർ സിംഗ് ഇന്ന് മാലിക്കിനെതിരെ PSA കുറ്റം ചുമത്തി. തുടർന്ന് പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തു. 1978 PSA നിയമം സംസ്ഥാനത്തിൻ്റെ സുരക്ഷയ്ക്കും പൊതുക്രമത്തിനും ഹാനികരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ തടയുന്നതിന് ഒരു വ്യക്തിയെ വിചാരണ കൂടാതെ 2 വർഷം വരെ തടങ്കലിൽ വയ്ക്കാൻ അനുവദിക്കുന്നു എന്നുള്ളതാണ്. പൊതുക്രമ സമാധാനം ലംഘിച്ചുവെന്ന ആരോപണത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാലിക്കിനെതിരെ ദോഡ ജില്ലാ ഭരണകൂടം ഒരു ഫയൽ തയ്യാറാക്കിയിട്ടുണ്ടെന്നും ഇയാളുടെ പ്രവർത്തനങ്ങൾ തുടരുന്നത് ജില്ലയിലെ സമാധാനത്തിനും പൊതുക്രമത്തിനും വലിയ ഭീഷണിയാണെന്നും ഔദ്യോഗിക വൃത്തങ്ങൾ ഇപ്പോൾ സൂചിപ്പിക്കുന്നുണ്ട്. MLAക്കെതിരായിട്ടുള്ള പരാതിയിൽ 18 FIRകളും 10 പോലീസ് ഡയറി കുറിപ്പുകളും ഇയാൾക്കെതിരെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നും അറിയാൻ സാധിക്കുന്നു. ഒരു വനിതാ ഡോക്ടറെ നഗ്നയാക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ദോഡ ജില്ലയിലെ കഹാരയിലെ കെഞ്ച പ്രദേശത്തുള്ള ആയുഷ് ഉപകേന്ദ്രത്തിൽ മോഷണം നടത്തിയത് പോലും ഇതിൽ ഉൾപ്പെടുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ജില്ലയിലെ വെള്ളപ്പൊക്കത്തിന് ശേഷമുള്ള ദുരിതാശ്വാസ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തിക്കൊണ്ട് ഇയാൾ പൊതുപ്രവർത്തകർക്കെതിരെ പരസ്യമായി മോശം ഭാഷ ഉപയോഗിച്ചു. ബുദ്ധിശക്തി മെച്ചപ്പെടുത്താൻ ചിറ്റ, അതായത് മയക്കുമരുന്ന് പരസ്യമായി ഇയാൾ ഉപയോഗിച്ചു. ഭരണകൂടത്തിനെതിരെ യുവാക്കളെ പ്രകോപിപ്പിച്ചു. നിയമനിർമ്മാതാവ് താൻ തന്നെയാണെന്ന് അവകാശപ്പെടുന്നതിലൂടെ സ്വയം നിയമത്തിന് മുകളിലാണെന്ന് ഇയാൾ കരുതിയെന്നും ഇപ്പോൾ ഇയാളെ അറസ്റ്റ് ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥർ കുറ്റപത്രത്തിൽ പറയുന്നുണ്ട്. ജമ്മു കശ്മീർ നിയമസഭയിലെ നടപടിക്രമങ്ങളിലൂടെയും പെരുമാറ്റത്തിൻ്റെയും ചട്ടങ്ങളിലെ റൂൾ 260 പ്രകാരം DC ദോഡ അറിയിച്ച ആം ആദ്മി MLAക്കെതിരായിട്ടുള്ള PSAയും ജമ്മു കശ്മീർ നിയമസഭാ സെക്രട്ടേറിയറ്റിൻ്റെ ഒരു ബുള്ളറ്റിൽ ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് എന്നാണ് അറിയാനായി സാധിക്കുന്നത്. ജമ്മു കശ്മീരിൽ ആദ്യമായാണ് ഒരു സിറ്റിംഗ് MLAക്കെതിരെ PSA നിയമം ചുമത്തുന്നത് എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.